Page number 19, lesson 2, understanding secularism. Understanding secularism. History provides us with many examples of discrimination, exclusion and persecution on the grounds of religion. You may have read about how Jews were persecuted in Germany and how several millions were killed. Now, however, the Jewish state of Israel treats its own Muslim and Christian minorities quite badly. In Saudi Arabia, non-Muslims are not allowed to build a temple, church, etc., and nor can they gather in a public place for prayers. So previous lesson or previous class, we have learned about discrimination. Yes, Sean? മിസ്റ്റർ അതിന്റെ മുമ്പത്തെ പേജ് എടുക്കുന്നില്ല 18ാമത്തെ പേജ് അത് ഞാൻ വായിക്കാതിരുന്ന നിങ്ങൾ വായിച്ചാൽ മതി വേണ്ട ഓക്കെ അപ്പോൾ നമ്മൾ in the previous class I mean 7th class we have learned about discrimination. We have heard about Om Prakash Valmiki. He is a Dalit man. He discriminated anyone of the society. അല്ലേ നമ്മൾ പഠിച്ചല്ലേ അത് അപ്പൊ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ക്ലാസ് സെക്സ് എക്സെട്ര അല്ലേ അപ്പൊ അതിനാണ് നമ്മൾ പറഞ്ഞത് ഓൾ പീപ്പിൾ ആർ ഈക്വൽ ബിഫോർ ലോ എവരിവൺ ആർ ഈക്വൽ ബിഫോർ ലോ educated or uneducated, then rich and poor, then lady or man അല്ലേ നമ്മൾ പറഞ്ഞത് അപ്പം നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ കളർ എക്സെട്ര പിന്നെ ഇൻ ഓൾ ദി എബവ് എക്സാമ്പിൾസ് കുറെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെ എക്സാമ്പിൾ പറഞ്ഞേ യു മേ ഹാവ് റെഡ് അബൌട്ട് ജൂസ് വേർ പെർസിക്യൂട്ടഡ് ഇൻ ഹിറ്റ്ലേഴ്സ് ജർമ്മനി ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ ജൂത മതക്കാര് എന്ത് ചെയ്തിട്ടുണ്ട് പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹൗ സെവറൽ മില്യൺസ് വർ കിൽഡ് ഒരുപാട് ജനങ്ങള് കൊല്ലപ്പെട്ടിട്ടുണ്ട് നൗ ഹവർ ജൂയിഷ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ സ്റ്റേറ്റ്സിലെ ട്രീറ്റ്സ് ഇറ്റ്സ് ഓൺ മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ക്വൈറ്റ് ബാഡ്ലി. അപ്പൊ ചില രാജ്യങ്ങൾ നമുക്കറിയാം സൗദി അറേബ്യ അല്ലെ സൗദി അറേബ്യയിൽ നമുക്ക് സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു മുസ്ലിം ചൊവ്വയുണ്ടല്ലേ അതില് ഇല്ലേ അപ്പൊ ചില രാജ്യങ്ങളിൽ അതിനൊരു പരിഗണന അതായത് ഒരു റിലീജിയന് പ്രത്യേക പരിഗണനയായിരിക്കും. ഇപ്പം നമ്മുടെ സൗദി അറേബ്യയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലെ. ഇജാസ് ഇപ്പൊ എവിടെയാ? UAE, United Arab Emirates. Okay. Then Saudi Arabia is a Muslim country. Then some എന്താ പറയാ അവിടെ കൂടുതലും അവിടെ മുസ്ലിംസിനാണ് ഒരു എന്താ പറയാ പവർ അല്ലെ. അപ്പൊ ചില കൺട്രീസിൽ നമ്മൾ പറഞ്ഞു മുസ്ലിം രാജ്യങ്ങളുണ്ട്, ചില മുസ്ലിം രാജ്യങ്ങളിൽ ചിലപ്പോൾ ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ ഹിന്ദുസിന് ചർച്ചോ ടെമ്പിളോ ഒന്നും ബിൽഡ് ചെയ്യാൻ സമ്മതിക്കില്ല അല്ലെ. Yes. In all of the above examples, members of one religious community either persecute or discriminate against members of other religious communities. These acts of discrimination take place more easily when one religion is given official recognition by the state at the expense of other religions. Clearly, no one would wish to be discriminated against because of the religion or nor dominated by another religion. In India, can the state discriminate against a citizen of ground of the religion? അതായത് ഒരു റിലീജിയൻ ഇപ്പൊ ഞാൻ ഹിന്ദു ആണ് എന്ന് വിചാരിച്ച് മുസ്ലിമിനായ ഇജാസിനെ എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇജാസ് എങ്ങനെ എന്നെ കാണാൻ പാടുള്ളൂ? എല്ലാവരും ഈക്വൽ ആണല്ലേ. ഓൾ പീപ്പിൾ ആർ ഈക്വൽ in our country, in our world. Then there is no discrimination between religion, caste, sex, etc., color, wealth, etc. അപ്പൊ എല്ലാവരും ഒരുപോലെയാണ്. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് അല്ലെ, ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി. What is secularism? Next one is what is secularism? Previous class we have learned about secularism. Secular state does not promote any religion as the state religion. അല്ലെ, ഒരു സ്റ്റേറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു സ്റ്റേറ്റ് റിലീജിയനായി കൺസിഡർ ഒരു റിലീജിയനെയും സ്റ്റേറ്റ് റിലീജിയനായി കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. ഇല്ലേ? ഉണ്ടോ?
നമ്മളെ കേരളത്തിലെ ഹിന്ദു ആണ് നമ്മുടെ സ്റ്റേറ്റ് റിലീജിയൻ അല്ലെങ്കിൽ മുസ്ലിം ഇതാണ് സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയുന്നുണ്ടോ? നോ. അതിനിടയില് അലൻ ജോസഫ്, വാട്ട് ഹാപ്പൻ ഇൻ ദ മോർണിംഗ്? I will contact you many times. Okay. Then in the previous chapter, you read about how the Indian Constitution contains fundamental rights that protect us against state power as well as against the tyranny of the majority. The Indian Constitution allows individuals the freedom to live by their religious beliefs and practices as they interpret these. In keeping with this idea of religious freedom for all, India also adopted a strategy of separating the power of religion and the power of the state. Secularism refers to separation of religion from the state. നമുക്കറിയാം secularism, any secular state, a secular state does not promote any religion as a national state, as national religion. Then constitution already suggested that there is no religious difference. All people are equal. Even Hindu, Christian, Muslim, etc. Then ഇവിടെ പറയാണ് എന്താ? The Indian Constitution allows individual the freedom to live by their religious beliefs and practices. എല്ലാ ഇന്ത്യൻ പൗരനും എന്തിന് അവകാശമുണ്ട്? live and practice their own religion. അല്ലേ? All people have a right to adopt their religion and practices their religious beliefs. അല്ലേ? ഇപ്പം ഇജാസ് ഫ്രൈഡേ പള്ളി പോയിട്ട് എന്ത് ചെയ്യും? നിസ്കരിക്കും. ബാക്കി ദിവസം വീട്ടിൽ നിസ്കരിക്കും. ഷോണിന് പറയാൻ പറ്റുമോ നീ പള്ളിയിൽ പോകാൻ പാടില്ല, നീ നിസ്കരിക്കാൻ പാടില്ല പറയാൻ പാടുണ്ടോ? നോ. ദെൻ ഷോണ് ചിലപ്പോ സൺഡേ പള്ളിയിൽ പോകും. ഞാൻ പറയാൻ പാടുണ്ടോ ഷോണെ നീ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന്? എനിക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ടോ? നോ. ഷോണിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ? അവന് പള്ളിയിൽ പോകാം, അവനവന് ഇഷ്ടമുള്ള റിലീജിയനിൽ വിശ്വസിക്കാന്നുള്ളത് അല്ലേ? ഇജാസിന് അതുപോലെ തന്നെ ഇജാസിൻ്റെതായ റിലീജിയനിൽ വിശ്വസിക്കാനും അവന്റെ ബിലീഫ്സ് പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ? അതൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാനും അതൊന്നും ലംഘിക്കാതിരിക്കാനും വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് പാരഗ്രാഫ്, പേജ്. Why is it important to separate religion from the state? എന്താ പറഞ്ഞേ? Why is it important? എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? To separate religion from the state. ഒരു സ്റ്റേറ്റിലെ റിലീജിയൻ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? As discussed above, the most important aspect of secularism is its separation of religion from the state. Important for a country to function democratically. Almost all countries of the world will have more than one religious group living in them. Within these religious groups, there will most likely to be one group that is in majority. If this majority religious group has access to state power, then it could quite easily use this power and financial resource to discriminate against the persecuted persons of the religions. This tyranny of the majority could result in the discrimination, coercion, and at times even the killing of religious minorities. The majority could quite easily prevent minorities from practicing their religions. Any form of domination based on religion is in violation of the rights that a democratic society guarantees to each and every citizen, irrespective of their religion. Therefore, the tyranny of the majority and the violation of fundamental rights that can result in one reason why it is important to separate the state and religion in democratic societies. All of you, please read that paragraph. Can you understand anything from that paragraph? All of you, please read. Please read. Voice നോക്കിയാട്ടെ. എന്താ മനസ്സിലായി അതില്? ആ ടെക്സ്റ്റ് അത് വായിച്ചു നോക്കി എന്ത് മനസ്സിലായി?
Please read. എന്താ മനസ്സിലായത്? Do you understand anything when you are reading that paragraph? Yeah. Can you understand anything? Unmute and say. Yeah, he's laughing. പകുതി എന്തൊക്കെയോ തപ്പി പിടിച്ച് കിട്ടുന്നുണ്ട്, ബാക്കി കിട്ടുന്നില്ല. വായിച്ചു നോക്കിയട്ടെ. വലിയ കുട്ടികളായി, ഇനി നിങ്ങൾ തനിയെ വായിച്ച് മനസ്സിലാക്കണ്ടേ കുറച്ചൊക്കെ. പാരഗ്രാഫിൽ പറയുന്നത്, as discussed above, the most important aspect of secularism is its separation of religion from the state power. So important aspect of secularism is separation of religion from the state power. Separation of religion from state power. നമുക്കറിയാം, ഒരു കൺട്രി ആവട്ടെ, ഒരു സ്റ്റേറ്റ് ആവട്ടെ, even a country or state, most people are most of them are any one religion. അതായത് ക്രിസ്ത്യൻ ആണെങ്കിൽ ചിലപ്പോൾ ആ ഏരിയയിൽ ക്രിസ്ത്യൻ ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, ചിലപ്പോൾ അത് ഹിന്ദു ആയിരിക്കാം, അല്ലേ? ഒരു സ്റ്റേറ്റ്, ഇപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, സൗദി എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. അതുപോലെ കേരളം ആവുമ്പോ കൂടുതൽ ആരാ? ദിയ ഈസ് ലാഫിംഗ് ആൻഡ് ഓഫ് യുവർ വീഡിയോ. വാട്ട് ഹാപ്പൻഡ്? യെസ്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താ, ഒരു സ്റ്റേറ്റിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിലീജിയൻ മജോറിറ്റി ആയിട്ട് ഉണ്ടാവും, അല്ലെ? ആ ഒരു മജോറിറ്റി റിലീജിയനെ മറ്റുള്ള, അതായത് മൈനോറിറ്റി റിലീജിയനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടോ, അല്ല റൈറ്റ് ഉണ്ടോ? നോ, ഒരിക്കലും ഇല്ല, അല്ലെ? അതായത് 100 ആൾക്കാരുള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അതിൽ ചിലപ്പോൾ 70 ആൾക്കാര് മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും. പക്ഷെ അവർക്ക് അത് വിചാരിച്ച് ബാക്കിയുള്ള 20 അല്ലെങ്കിൽ 30% ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ അവരെ ബാഡ്ലി അഫക്ട് ചെയ്യാനോ പെർമിഷൻ ഇല്ല. മനസ്സിലായില്ലേ? യെസ്. Then next paragraph, another reason that it is important to separate religion from the state in democratic society also need to protect the freedom മിസ് പറയുന്നത് കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കേൾക്കാം, പക്ഷെ ക്ലിയർ ആവുന്നില്ല. എന്ത് കേട്ടില്ല? Are you okay now? ഇല്ല മിസ്, ക്ലിയർ ഇല്ല. എന്നാലും Okay, second paragraph, another reason. Second reason is important to separate religion from the state in democratic society. It is because we also need to protect the freedom of individuals to exist from the religion. അതായത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമുക്ക് മതം ഒരാളെ ഇപ്പൊ എന്താ പറയാ, നീ മാറണം അല്ലെങ്കിൽ നീ അത് മാറിയേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് ഒരാളെ പിടിച്ച് മതം മാറ്റാൻ. ക്ലിയർ അല്ല മിസ്സേ. ക്ലിയർ അല്ല? എന്തൊരു സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ. ഇനി നമുക്ക് ഒരാളെ, ഏതെങ്കിലും ഒരു വ്യക്തിനെ നീ അത് മതം മാറണം എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാനുള്ള അവകാശം ഉണ്ടോ? എന്റെ മതത്തിലേക്ക് നീ വന്നേ മതിയാവും? നോ, ഒരിക്കലും. പക്ഷെ അവർക്ക് സ്വയം തോന്നാണ്, എനിക്ക് ഇന്നതുപോലെ എന്റെ മതത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ മതത്തിലേക്ക് പോകാം, അല്ലെ അവരുടെ മതത്തിലേക്ക് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, അല്ലെ നമുക്ക് ഫാമിലി ആയിട്ട് മതം മാറാം, അത് ഓക്കെ. പക്ഷെ നമുക്ക് ആരെയും എന്ത് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അവരോട് നിങ്ങൾ മതം മാറിയേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലീജിയൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ചെയ്യിക്കാനുള്ള അവകാശം ഇല്ല, അല്ലേ? യെസ്. ഓരോ റിലീജിയനും, ഈച്ച് റിലീജിയൻ ഹാസ് ഇറ്റ്സ് ഓൺ ടീച്ചിങ്സ്, അല്ലേ? ഈച്ച് റിലീജിയൻ ഹാസ് ഇറ്റ്സ് ഓൺ ടീച്ചിങ്സ്. Then Christu or Bible teach us many things.
At the same time, Quran also teaches many things. Then Bhagavad Gita also teaches many things. Three of them are one meaning. Three of them are reached in one thing, but teachings are different. അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസസ് ആർ ഡിഫറെന്റ് അല്ലെ? മൂന്ന് മതങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് മതങ്ങളുടെയും എന്താ പറയാ വർക്ക് ആ വർക്ക് വ്യത്യാസമാണ്, അവരുടെ പ്രാക്ടീസസ് വ്യത്യാസമാണ്, അവരുടെ ആചാരങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. Then to understand this point better, let us take a practice of untouchability. You might feel that you dislike the practice within Hinduism and therefore you want to try and reform it. However, if state power were in the hands of those Hindu who support untouchability, then you do think that you support untouchability. Then you do you think that you would have an easy task to try and change this? Even if you were part of the dominant religious group, you might fact a lot of resistance from yellow members of young community. These members who have control of state power might say that there is only one interpretation of Hinduism, that you don't have the freedom to interpret this differently. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ട്. എന്താ? ഒന്ന് കാസ്റ്റ് സിസ്റ്റം അല്ലെ, അതിൽ അൺടച്ചബിലിറ്റി ഏത് റിലീജിയനായി ബന്ധപ്പെട്ടതാന്ന് പറയാൻ പറ്റുമോ? അൺടച്ചബിലിറ്റി ഹിന്ദു റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അൺടച്ചബിലിറ്റി കേൾക്കുമ്പോൾ നമുക്കറിയാം ഹിന്ദുസ് ആണ്. അതായത് വലിയ ഹയർ കാസ്റ്റിലുള്ള ജനങ്ങൾക്ക്, ഹയർ കാസ്റ്റ് പീപ്പിൾ ഡസ് നോട്ട് അലൗ ടു ടച്ച് ദ ലോവർ കാസ്റ്റ് പീപ്പിൾ. Lower caste people never touch the higher caste people, or don't fetch water from the well, which is using higher caste people. Got it? മനസ്സിലായോ? അതായത് ഹയർ കാസ്റ്റിലുള്ള കാസ്റ്റിലായ ഒരാള് എടുക്കുന്ന കിണറിന് വെള്ളം എടുക്കാൻ പോലും ദളിത് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് പീപ്പിളിന് പെർമിഷൻ ഉണ്ടായിരുന്നില്ല അല്ലെ? ഹയർ കാസ്റ്റ് ഒരാള് ഹയർ കാസ്റ്റിലുള്ള ഒരു വ്യക്തി നടന്നു പോകുന്ന വഴിയിൽ പോലും ആരെ കാണാൻ പാടില്ല? ലോവർ കാസ്റ്റിലുള്ള ഒരു ആളെ കാണാൻ പാടില്ല. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഹിന്ദു റിലീജിയൻ അല്ലെ? ദാറ്റ് സിസ്റ്റം അൺടച്ചബിലിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് ഹിന്ദു റിലീജിയൻ. Then we have heard about Yes. Can you say anything? Do you have any problem? മിസ് ഇടയ്ക്ക് കേൾക്കുന്നില്ല മിസ്, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. Why is it important to separate religion from the state? Next, what is Indian secularism? Next one is, what is Indian secularism? Indian secularism എന്ന് പറഞ്ഞ മക്കളെ, what is Indian secularism? What is Indian secularism? Listen, ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കേട്ടോ പറയുന്നത്. വാട്ട് ഈസ് ഇന്ത്യൻ സെക്യുലാരിസം? ഈ ലെസണിലെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് ദാറ്റ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ബി സെക്യുലർ. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, only a secular state can realize its objective to ensure the following. Indian constitution mandates that Indian state is secular. India is a secular country. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, India is secular. According to the constitution, only a secular state can realize its objective to ensure the following. Only secular state can realize its objective. What are they? First one, that one religious community does not dominate another. Second one, that some members do not dominate other members of the same religious community. Third one, that the state does not enforce any particular religion nor take away religious freedom of individuals. For Indian secularism, Indian constitution mandates the Indian state be secular. According to constitution, only secular state can realize the objectives. Which are the objectives? That
വൺ റിലീജിയസ് കമ്മ്യൂണിറ്റി ഡസ് നോട്ട് നോമിനേറ്റ് അനദർ. ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? One religious community does not dominate another religion. Second one, some members do not dominate other members of the same religious community. എന്താ പറഞ്ഞേ? ചില മെമ്പേഴ്സ് some members do not dominate ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, do not member other members of the same religious community. ക്ലിയർ ആവുന്നില്ല. Clear ചെയ്യാം? മിസ് എന്തോ സൗണ്ട് ഭയങ്കരമായിട്ട് വരുന്നു. Raining. Here is raining. ഇതുകൂടെ എടുത്ത് നിർത്താം മക്കളെ, ശ്രദ്ധിക്കുക. ഇതും കൂടെ പറയാം, ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു നിർത്താം. That some members do not dominate other members of the same religious community. Then third one, state does not enforce any particular religion, not take away religious freedom of individuals. ഒരു സ്റ്റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല, അല്ലേ? Does not enforce any religion nor take away the religious freedom of individual. ഒരാളുടെയും മതപരമായ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ ഗവൺമെന്റിനില്ല. These are the three objectives to ensure. Indian secularism എന്താ? Indian secularism. Indian constitution mandates the Indian state be secular. According to the constitution, only secular state can realize the following objectives. First one is religious community does not dominate another one. Then some members do not dominate the other members of the same religious community. Third one, do not enforce any particular person. Do not enforce any particular religion nor take away the religious freedom of individuals. Voice okay? Please read. സോഷ്യലിന്റെ എക്സാം ആണെന്ന് അറിഞ്ഞില്ലേ ഇന്ന്? മിസ് കേട്ടില്ല. Social exam will have on 7:30. ഓക്കെ മിസ്.
രാവിലെ തന്ന നോട്ട് കംപ്ലീറ്റ് ആയോ? മിസ് ലാസ്റ്റ് ഒന്നും കൂടി ചെയ്യാണ്ട് മിസ്. ഇപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ അയച്ചുതരാം. ഓക്കെ, അത് എഴുതണം കേട്ടോ മക്കളെ. അന്നത്തെ പഠിക്കണം നിങ്ങൾ. അന്നുള്ള കാര്യങ്ങൾ അന്ന് കുറച്ചല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ ബേർഡൻ ആണ്. അതുകൊണ്ടാണ് മിസ് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഈ ലെസണിന്റെ 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതുവോ? രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടെ തരട്ടെ ഈ ലെസണില്, ഷോർട്ട് ആൻസേഴ്സ് പോലെ. Yes, miss. വേറെ വർക്ക് ഉണ്ടോ? വേറെ എന്തെങ്കിലും ടീച്ചേഴ്സ് തന്നിട്ടുണ്ടോ ഇന്ന്? ഇല്ലല്ലോ. ഇല്ല മിസ്, എനിക്ക് ഒരു 2 സബ്ജക്റ്റേ ഉള്ളൂ. ഓക്കെ, ഞാൻ 2-3 വേറെ തരാം. അതിലുള്ള തന്നെ നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതിയാൽ മാത്രം മതി. ഞാൻ മിസ് കാണിച്ചു തരാം എവിടെയാന്നുള്ളത്. നോക്കി എഴുതിയാൽ മാത്രം മതി. ഫസ്റ്റ് വൺ polity. What is polity? Polity. 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 Polity എന്താണെന്ന് എഴുതാ. സെക്കൻഡ് വൺ tyranny. 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 മിസ് ഫസ്റ്റ് ലെസന്റെ ആണോ? ഫസ്റ്റ് ലെസണിലേക്ക് തന്നിട്ടുള്ളത്. സെക്കൻഡിലേക്ക് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് ലെസൺ കഴിഞ്ഞ് സെക്കൻഡ് ലെസണിൽ എഴുതിയാലും മതി. ഏതിൽ എഴുതിയാലും കുഴപ്പമില്ല. രണ്ടും റിലേറ്റഡ് ലെസൺസ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ എനി ലെസൺ, ഈവൻ ഫസ്റ്റ് ഓർ സെക്കൻഡ്. ഓക്കെ. Then third one, universal adult franchise. What is universal adult franchise? Those who have completed 18 years old, that person must have right to vote. അല്ലേ? Universal മിസ് ഇത് എഴുതിയിട്ട് എപ്പോ അയക്കണ്ടേ? universal adult franchise. Universal adult franchise. ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ നോക്കി അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാം കേട്ടോ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. Those who have completed 18 years old, that person must have right to vote. Okay, got it? Those who have completed 18 years old, that person must have right to vote. Fourth one is democracy. Fourth one, democracy. Miss വീണ്ടും പറയാം. According to Abraham Lincoln, democracy is by the people, for the people and of the people. അബ്രഹാം ലിങ്കൺ പറഞ്ഞ എന്താ? ജനങ്ങളാൽ ജനങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഏത് ഡെമോക്രസി. ഡെമോക്രസി ഈസ് by the people, for the people and of the people. Okay. ഞാനിപ്പോ പറയുമ്പോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നോട്ട് എഴുതണേ. Polity എന്ന് പറഞ്ഞാൽ a society that has an organized political structure. India is a democratic polity. Then tyranny means the cruel and unjust use of power or authority. അത് ഇവിടെ ഉണ്ട്. Page number 17 പിന്നെ മിസ് പറയും universal adult franchise. Anybody have completed 18 years old, a person must have those person. Democracy derived from two words, demos and kratos. കേൾക്കുന്നില്ല മിസ്, കേൾക്കുന്നില്ല.
Democracy is derived from the words demos and kratos, Latin word demos and kratos. Then according to Abraham Lincoln, democracy means by the people, for the people, and of the people. Okay. Okay, അല്ലേ? Okay ആണോ? എക്സാമിന് റെഡി ആവോ? Okay. So bye bye. See you in the next class. Bye bye. Tata. Thank you, Miss. Okay. Thank you, Miss. Okay. Welcome.